ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളുടെ ബീഗുവിനെയും റാംബോനെയും ബോർഡിങ്ങിലാക്കാൻ വേണ്ടി നമ്മുടെ തൊട്ട് നാട്ടിൽ തന്നെയാണ് നമ്മൾ ആക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഇവർക്ക് ഫുഡ് കൊടുക്കും, ഇവരെ കുളിപ്പിക്കും. അങ്ങനെ നമുക്ക് ഒരു 10 ദിവസത്തേന് ഇവരെ ഇവിടെ നിർത്തിയിട്ട് പോവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും, നമ്മുടെ പട്ടികൾക്ക് നല്ലതായിരിക്കും. ഓ ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് 11 കിലോമീറ്റർ അടുത്ത് ഒരു ബോർഡിംഗ് ഉണ്ട്, അതായത് നമ്മുടെ ഡോഗിനൊക്കെ ബോർഡ് ചെയ്യുന്ന സ്ഥലം. അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഈ വണ്ടിയിലല്ല പോകുന്നത്. ഈ വണ്ടി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ വെച്ചാൽ ഇതിന്റെ പൈപ്പ് സാധനം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് ഇത് ഇത്രയും ദിവസം ഇവിടെ കിടന്നുകൊണ്ട് ഇതിൻ്റെ ചിലപ്പോൾ പൈപ്പുകളോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മെയിൻ്റനൻസ് ഒന്നും സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ തന്നെ ഇട്ടേക്കുമായിരുന്നു വണ്ടി. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പരിപാടിയൊക്കെ ശരിയാക്കിയതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല. നമ്മൾ ഈ പ്രാവശ്യം പോകുന്ന ടാറ്റ സഫാരിയിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ റാംബോനെയും ബീഗുനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഹോട്ടലിലൊന്നും, പിന്നെ നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാറിന് പോകാൻ നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റും. ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം സഫാരി സഞ്ചരിക്കാൻ നേരത്തെ നമ്മൾ ഹോട്ടലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ഹോട്ടലിലൊന്നും ഡോഗിനെ സമ്മതിക്കൂല. ചിലയിടത്ത് ഡോഗിനെ കയറ്റൂല, അപ്പൊ ചിലവർക്ക് ഇവരെ ഇഷ്ടപ്പെടൂല, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന്മാർ ഈ പ്രാവശ്യം നമ്മൾ ബോർഡിങ്ങിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ റാംബോനെയും ബീഗുവിനെയും നമ്മൾ എവിടെ കൊണ്ടുപോവാണ്, ബോർഡിങ് കൊണ്ടുപോവാണ്. രണ്ടുപേരെ ഇറക്കി. ആദ്യമായിട്ടല്ല റാംബോനെ നമ്മൾ ബോർഡിങ്ങിലാക്കുന്നത്, ഒരു പ്രാവശ്യം ഇവനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവിട്ടായിരുന്നു. പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം നല്ല രീതിയിൽ ഗൈസ് നോക്കൂ. അതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് റാംബോനെ കൊണ്ടുവന്നത്, ആദ്യത്തെ പ്രാവശ്യമാണ് ബീഗുവിനെ കൊണ്ടുവന്നത്. അയ്യോ മൈക്കിൾ അങ്ങോട്ട് കളിക്കുമോ അതിൻ്റെ കൂടുതൽ? ആ മുഖത്ത് നോട്ടമൊക്കെ നോക്കിയേ. ഗൈസ് നോക്കൂ, അങ്ങനെ റാംബോനെയും ബീഗുനെ നേരെ കൊണ്ടുവന്നു വെളിമാനം എന്ന് പറഞ്ഞ സ്ഥലത്തോടെ കൊണ്ടുവന്നു. നമുക്ക് വന്നു കഴിഞ്ഞിട്ട് അവന്റെ ഇത് നമുക്ക് ഒന്നും കൂടി ശരിയാണ്, അതിനെ പറയാ ഷെഡിങ്. ഗൈസ് ഇവരെ രണ്ടുപേരും നമ്മൾ കൊണ്ടുവന്ന് വെളിമാനത്തോട്ടാണ്. വെളിമാനത്താണ് ഈ പറഞ്ഞ സംഭവം ഉള്ളത്. അതിനാ ബീഗു ഗൈസ് നോക്കൂ, എല്ലാ സാധനവും നശിപ്പിക്കൂട്ടോ ബീഗു. അപ്പൊ റാംബോനെയും ബീഗുനെയും ബോർഡിങ്ങിൽ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ യാത്ര കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് പോവുള്ളൂ. നോക്കിയാ അടി കൂടുന്നു, നോക്കിയാ രണ്ടും കൂടെ എന്നെ സർക്കസാണ് നോക്കണേ. തല കൈ വെച്ചാക്കി നോക്കിയേ, എന്റെ കർത്താവ് അടിയാന്ന്. കഴിച്ച് നോക്കൂ, രണ്ടും കൂടെ കുസ്തിയാ നോക്കിയേ. എന്നൊക്കെയാ കാട്ടിക്കൂടി നോക്കിയേ. എല്ലാരും അങ്ങോട്ട് മാറട്ടെ, റാംബോ അങ്ങോട്ട് ആരാ ഗൈസ് നോക്കൂ, അതായത് റാംബോനെയും ബീഗുനെയും ഞങ്ങള് പിന്നെ ബോർഡിങ്ങിലാക്കുന്നതിന്റെ കാരണം പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിലാണ് പോകുന്നത്. അപ്പം ബേക്കിൽ ഇവിടെ ഇടേണ്ടി വരും. അപ്പോൾ അതൊന്നാമത്തെ കാര്യം, അവർക്ക് യാത്ര കംഫർട്ട് ആയിരിക്കൂല. അടിച്ചു പൊളിച്ച് എൻ്റെ എല്ലാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരെ എല്ലാ ഹോട്ടലിലൊന്നും പിന്നെ കയറ്റാൻ സമ്മതിക്കൂല. പിന്നെ ബസ് കൊണ്ട് പോകുന്നത് പോസിബിൾ അല്ല. പിന്നെ 2 ബേക്കിലെ ടയർ പിന്നെ എല്ലാം മാറ്റാൻ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഈ വണ്ടിയുടെ സീറ്റ് തിന്നു കണ്ടില്ലേ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബീഗുവാണ് നമ്മുടെ ബസ് മൊത്തം നശിപ്പിച്ച, അല്ല എലിയല്ല. ഏറ്റവും കൂടുതൽ നശിപ്പിച്ചോളം ഈ കാണുന്ന ബീഗു കേട്ടോ. അവൻ എന്തൊക്കെ എടുത്ത് തിന്നു, അത് കളഞ്ഞേരെ. കൈസ് നോക്കൂ, അങ്ങനെ കുറച്ച് സർക്കസ് പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ നേരെ പോവാണ് റാംബോ. അപ്പൊ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇത് തമ്മിൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ നോക്കി നിൽക്കും, വരുന്നുണ്ടോ, എന്നിട്ട് അവന് പറഞ്ഞും കൊടുക്കും വരുന്നുണ്ടെന്ന്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. ഇവർ രണ്ടുമല്ലേ? ഇവനാട്ടോ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നാശകാരി. മംഗലാപുരല്ലേ, കർണാടകത്തിൽ വെച്ചിട്ട് ഇവൻ തോട്ടി പിടിച്ചു കുറച്ച് ബീഗിൽ തോട്ടി പിടിക്കുന്നത് റാംബോയ്ക്ക് കടിയും കിട്ടി. നോക്കൂ, പിന്നെ കിളിക്കുള്ള പിന്നെ ഇത് തേനയും അതുപോലെയുള്ള തീറ്റകളും സംഭവങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. കിളി നോക്കാണ്ട് 10 ദിവസമുണ്ട്, ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ 10 ദിവസവും കിളീനെ നോക്കാണ്ട്. പിന്നെ അതേപോലെ തന്നെ മീനുണ്ട്, മീനെ നോക്കണം. അപ്പം എൻ്റെ കൂട്ടുകാരൻ സിബിനോ വന്നവൻ തീറ്റ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ടോ, ഈ കാണുന്ന ഇവിടെ മീനുണ്ട്, അതുപോലെ തന്നെ അപ്പുറവും മീനുണ്ട്. അപ്പം മീനുകൾക്കും ഇതേപോലെ തന്നെ തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ പണി പാളും കേട്ടോ. പിന്നെ കോഴിയില്ലേ, ഇവർക്ക് തീറ്റാന്ന് വെച്ച് കൊടുത്താൽ 2 ദിവസം ഓടും. പക്ഷെ കോഴികൾക്ക് അങ്ങനെയല്ല, എന്നും കോഴിക്ക് തീറ്റ കൊടുക്കണ്ടേ. ഗൈസ് നോക്കൂ, കോഴികൾക്ക് അവിടെ ഇട്ട് വെച്ചാക്കട, അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ? ഗൈസ് നോക്കൂ, ബേക്കി കോഴിയുണ്ട്. അപ്പോൾ ബേക്കി കോഴിക്കും തീറ്റ കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും പരിപാടി പാളും. ഞങ്ങൾ കാറൊക്കെ പറിച്ച് ലെവലാക്കി. ഇതൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാടുകൾ, പിന്നെ ഇവിടെയൊക്കെ ചെറിയ തെന്നൽ, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മെഷീൻ വെച്ച് അടിച്ച് ലെവലാക്കി എല്ലാം സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇനി വരാനത് വലിയ കാടൊന്നും കയറിയാണ്. എന്നടാ
എന്നടാ മൈക്കിളെ സർക്കസ് കേട്ടോ, അടിപൊളി ഗൈസ്. ഇന്ന് വെളുപ്പിനെ ഞങ്ങൾ പോയിട്ടോ, വെളുപ്പിനെ അപ്രോക്സിമേറ്റ് എങ്ങോട്ട് ആദ്യം പോകുന്നത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിച്ച ശേഷം നാളത്തെ വീഡിയോ കറക്റ്റ് പറയാം. ഞാൻ എൻ്റെ കോഴികളെയും കൂടെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഓമിനീനെ ഞാൻ ഇവിടെ കയറ്റി, ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ സേഫ് ആയിട്ട് കയറ്റി കേട്ടോ. നല്ല തീരുമാനമായിപ്പോയി, ഏറ്റവും നല്ല തീരുമാനം ഈ മാസത്തെ. കാര്യം നനയില്ലല്ലോ. ഗൈസ് നോക്കൂ, വണ്ടി ഇവിടെ കയറ്റി സേഫ് ആയിട്ട് വെച്ചു. പിന്നെ ഞങ്ങൾ ബാറ്ററികളൊക്കെ ചാർജ് ചെയ്തു. ഇതുണ്ടോ ഈ കാണുന്ന 2 ബാറ്ററി ചാർജ് ചെയ്തു. പിന്നെ അതുപോലെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഈ കാണുന്ന ലൂമിനസ്. അത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ശരിയാക്കാൻ പറ്റിയില്ല. പിന്നെ പിന്നെ കുറച്ച് കപ്പയൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ കപ്പയൊക്കെ ഇവിടെ തന്നെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഈ ചെടികൾ മഴ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. അതേ പറഞ്ഞ കാര്യം കേട്ടോ, മഴ ആയതുകൊണ്ട് ചെടിക്കും കാര്യങ്ങൾക്കൊന്നും വെള്ളം ഒഴിക്കണ്ട. ഞാൻ മൈക്ക് എടുത്തില്ല കേട്ടോ, കാരണം മഴയാണ്. മഴയത്ത് മൈക്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ തീരുമാനം. ഇത് ഞങ്ങളുടെ കോഴികൾ, ഇതൊക്കെ കോഴികളാണ് ഞങ്ങളുടെ. അതെ അതെ, ഭയങ്കര ലാഭകരം. ഞങ്ങൾ തന്നെ തിന്നേണ്ട അവസ്ഥയാണ്. ഇത് കണ്ട് ഈ കൂട്ടിൻ്റെ അകത്താണ് കോഴി. അപ്പം ഇതൊരു വലിയ കൂടാണ്. അപ്പോൾ ഈ കൂടിൻ്റെ അകത്ത് തന്നെ എല്ലാവരും അടച്ചിട്ടിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ തീറ്റ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് കാര്യങ്ങളും ചെയ്യണം. അതിൻ്റെ ആവശ്യമുള്ളൂ, ഒന്നല്ല ഒരു 3 ദിവസം കൂടുമ്പോൾ. സെബിൻ എന്നാ വരാത്തെന്ന് വെച്ചിട്ടുണ്ട്. സെബിന് മറ്റേ ഇത് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് യൂറോപ്പ് ഇന്റർവ്യൂവിന് അവന് എപ്പം വേണേലും പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ പക്ഷെ അവനും വരുന്നുണ്ടല്ലോ. അപ്പൊ അവന് യൂറോപ്പ് വിസ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിന്റെ ഒരു ചെറിയ പാട്. ഇങ്ങോട്ട് വന്നപ്പോ ഒരു മുഖ വ്യത്യാസം നോക്കൂ. അപ്പൊ ഞങ്ങള് നാളെ വെളുപ്പിന് ഇറങ്ങും. നാളെ പറയാം ഞങ്ങൾ എങ്ങോട്ടാണ് ആദ്യം പോകുന്നതെന്ന്. ഒരു 10 ദിവസത്തെ യാത്രയാണ്. 10 ദിവസം ഇഷ്ടമുള്ള സ്ഥലത്തോട്ടൊന്ന് പോകും. അപ്പാ കോഴീനെ കണ്ട എന്നാടാ റാംബോനെയും ബീഗനും കൊണ്ടുവന്നിട്ട് വിഷമാട്ടോ. അപ്പനും ഭയങ്കര വിഷമാണ് റാംബോനെയും ബീഗനും ഒക്കെ കൊണ്ടുവിടുന്നതിൻ്റെ ഒക്കെ. പുള്ളി ഭയങ്കര കരച്ചിലാട്ടോ, ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത സാധനം കയറി പിടിച്ചു. ഞങ്ങളുടെ പയറും സംഭവങ്ങളൊക്കെ കയറി പിടിച്ചു കേട്ടോ. ഇവിടെ തണ്ണിമത്തരം ഉണ്ടായിരുന്നു, അപ്പനത് ലെവലാക്കി കൈ തന്നു കേട്ടോ. അതെല്ലാം പറിച്ചു കളഞ്ഞു. ചുമന്ന പയറാ, രണ്ടുപേരും കൊണ്ടുപോയിട്ട് എന്തായാലും നമുക്ക് എന്തായാലും നേരെ പോവാം. പോവാപ്പാ. അപ്പം എന്ത് നടത്താൻ വേണ്ടി പോയടി? കൈസ് നോക്കും. അപ്പം വലുപ്പം മാറിയെന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പന് ഭയങ്കര വിഷമാണ് പട്ടീനെ കൊണ്ടുവിടുന്നതിൽ. പക്ഷെ അപ്പം തന്നെയാണ് പറഞ്ഞത് എവിടെയും കൊണ്ട് ആക്കാന്ന്. അപ്പം വരുന്നില്ലടാ, നിങ്ങൾ പോയിട്ട് പോവാ. അപ്പന് എന്നാ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പട്ടീനെ വിട്ടിട്ട് നിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു പ്രശ്നം. ഇവനും അതേപോലെ തന്നെ ഒരു സാധനമാണ് കേട്ടോ. വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പനല്ലേ ഇതല്ലേ? ഗൈസ് നോക്കൂ, വരുമ്പോ ഇതൊക്കെ ഉണ്ടാവും ദൈവത്തിന് അറിയാം കേട്ടോ. അമ്മ മഴ ആയതുകൊണ്ട് ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടാവും അല്ലേടാ? ഇത് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് കഴുകണം, വൃത്തിയാക്കണം, വണ്ടി ലെവലാക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. എല്ലാം ലെവലാക്കി സെറ്റപ്പ് ആക്കി സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇഞ്ചി ഏതാ? അവരമ്മ രാത്രിയായാലും വൃത്തിയാക്കൂലേ? ഏത്? ഇത് വൃത്തിയാക്കണം, പിന്നെ ജാക്കി എടുത്തു വെക്കണം, പിന്നെ അത് സ്റ്റെപ്പിനെ എടുത്തു വെക്കണം, പിന്നെ അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. നീ എവിടെ പോയതാ? ഞങ്ങൾ കോഴീനെ പിടിക്കാൻ വേണ്ടി പോയതാ. ഞങ്ങൾ കിട്ടിയ ഗ്യാപ്പിൽ മൂവാട്ടോ ഇവിടുന്ന്. കിട്ടിയ ഗ്യാപ്പിൽ ഓടിച്ചോപ്പേ. ഗൈസ് നോക്കൂ, നേരെ എന്തായാലും കൊണ്ടുപോയിട്ടോ. കഴിഞ്ഞ വർഷം റാമ്പ് ഇതുപോലെ തുള്ളി വണ്ടി കയറിയതാ. എന്നിട്ടോ 10-20 ദിവസം കഴിഞ്ഞാൽ പോവാപ്പാ. കേറ്റാ? എവിടെയാ കയറ്റുന്നത്? ബേക്കിലാണോ കയറ്റുന്നത്, ഫ്രണ്ടിലാണോ കയറ്റുന്നത്? ഇവിടെയാ നടുക്കിട്ടേക്കാപ്പാ. വേണ്ടടി, ഇവിടെ ബാറ്ററി കയറ്റിയതാ. വേണ്ട വേണ്ട, കേറ്റാ. കയറ്റിക്കും. ഇപ്പം അതിലും വലിയ കരച്ചില്ല. ഇപ്പം വരാൻ വേണ്ടി കണ്ടോണേ, നല്ല കരച്ചിലായിരിക്കും. കയറ്റിയോ? റാമ്പോനെ കയറ്റി. ഇതിനെ നടുക്കന്നെ കയറ്റാം. ഇവനെ നോക്കിയില്ല പണി കിട്ടും. വയറെല്ലാം കഴിച്ചു. എന്ത് വയറാ? ഈ പിന്നെ റാമ്പോ ഉണ്ടല്ലോ, എന്റെ ട്രാവലറിന്റെ ആദ്യം തന്നെ ഒരു സെൻസർ, നീ ഓർക്കുന്നുണ്ടോ? അതായത് ഞാൻ ഇരിക്കുന്ന എസിയുടെ അവിടുത്തെ സെൻസർ തിന്നു തീർത്ത അവനാണ്. റാമ്പോക്ക് ഇപ്പൊ പ്രായമൊക്കെ ആയി, മെച്ചൂരിറ്റി ആയിട്ടോ. എന്ത് ആരാ? അപ്പന്റെ മുഖത്തൊക്കെ വിഷമവും കരച്ചിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പെരിയൊക്കെ തുടങ്ങി കൊണ്ടുവിടാം, പോവാ. ഇതിലും വലിയ അടിയാണ് അവിടെ കിടന്ന കേട്ടോ. അതെ, മൈക്കിളിന് വരാൻ വേണ്ടി പൂരം അടി. നോക്കിയേ, എന്നൊക്കെ കുസ്തിയ കാണിക്കണം നോക്കിയേ. പിണങ്ങി ബാബു അമ്മ പോയിട്ട് വന്നോളൂ. ഇപ്പൊ മൈക്കിള റാമ്പ് കയറിയപ്പ
സാമ്പാർ കറി ബീഫ് ഇവിടെ ഉണ്ട്, രണ്ടുപേരും അപ്പം പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാരും സീറ്റ് പിടിച്ചത് ശ്രദ്ധിച്ചാ. ഈ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ട്രിപ്പ് പോകാനുള്ള പ്ലാനേ ഇല്ലായിരുന്നു. അപ്പൊ അപ്പനാണ് ഞങ്ങളോട് പറഞ്ഞത്, അപ്പൻ്റെ അപ്പൻ പണ്ട് കന്യാകുമാരി പോയിട്ടുണ്ട്. അപ്പൊ അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പന് കന്യാകുമാരി കാണണമെന്ന്. അങ്ങനെ കന്യാകുമാരി മാത്രം പ്ലാൻ ചെയ്ത ഒരു യാത്രയാണ് ഈ യാത്ര. അത് പിന്നെ വിപുലീകരിച്ച് അങ്ങ് എത്തി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്ര തന്നെ തീരുമാനിച്ചാണ്. കാരണം നമ്മൾ ഒരു ദിവസം നമ്മുടെ ജനറേറ്ററിന് എണ്ണ അടിക്കുന്ന പൈസ മതി, നമുക്ക് നല്ല 5 സ്റ്റാർ ഹോട്ടൽ എടുത്ത് നിൽക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. സത്യം പറഞ്ഞ ഒരു ദിവസം നമ്മുടെ ബസ്സിന് എണ്ണ അടിക്കുന്ന പൈസ 5 സ്റ്റാർ ഹോട്ടൽ എടുത്ത് നിൽക്കാൻ വേണ്ടി പറ്റും. മീൻസ് ജനറേറ്ററിന് മാത്രം, അല്ലാതെ വണ്ടി ഓടുന്നതിന്റെ അല്ല കേട്ടോ. അപ്പം ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെ പോവാന്ന് പ്ലാൻ ചെയ്തു. ബസ്സിന് 9500 എണ്ണ, 3500 4500 എണ്ണ, ജനറേറ്റർ വേണം. അങ്ങനെ ആകുമ്പോ നമുക്ക് ഇതിനാകുമ്പോ 4000 രൂപ എണ്ണ ഓടാൻ വേറെ ടോൾ എക്സ്ട്രാ. അത് പിന്നെ എല്ലാം കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, വണ്ടി കുറെ നാൾ എടുക്കാത്തതുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ എല്ലാം പണിതൊക്കെ ലെവലാക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ മെയിൻ കാരണം. പിന്നെ അപ്പന് ബസ്സിലാണോ അല്ലല്ലോ എങ്ങനെ പോകാൻ ഇങ്ങനെ പോകാനാണ് ഇഷ്ടം? എല്ലാവർക്കും ഇങ്ങനെ പോകാൻ ഇഷ്ടം. പിന്നെ ഇവരുടെയൊക്കെ പൂതി തീർന്നാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ എന്തായാലും നേരെ വെളിമാനത്തോട്ടാണ് പോകുന്നത്. ബോർഡിങ്ങിലാക്കിയിട്ട് നമ്മുടെ ഡോഗിന്റെ രീതികളൊക്കെ, അതായത് നമ്മുടെ റാംബോയുടെ ബീഗുവിന്റെ രീതികൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ഇന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം വരാൻ വേണ്ടി. നോക്കൂ, നമ്മൾ അങ്ങനെ വെളിമാനം ലക്ഷ്യമാക്കി നേരെ ഫ്രണ്ടിലേക്ക് വാഹനം ഓടിക്കുവാണ്. അപ്രോക്സിമേറ്റ് ഇനി നമുക്ക് 3.something കിലോമീറ്റർ കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഫൈനലി ഞങ്ങൾ എത്തി കേട്ടോ. ഈ കാണുന്ന സ്ഥാപനമാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ എബിനാ? ഈ കാണുന്ന സ്ഥാപനമാണെന്ന് തോന്നുന്നല്ലേ? ഇതാണെന്ന് തോന്നുന്നല്ലേ? ഇതാത്തുണ്ട് ഇവനെ, ഒച്ച കേൾക്കുന്നുണ്ട്. ഉണ്ടല്ലേ എബിനെ? നല്ല സൗണ്ട് ഉണ്ട് എന്നും പറഞ്ഞ് ആക്കുന്നുണ്ട്. നമ്മുടെ അവർ വന്നിട്ട് ഇറക്കിയാ പോരെ? വന്നില്ലല്ലോ, രണ്ടുപേരും ഉണ്ടാവും പറഞ്ഞിട്ട്. അതായിരിക്കും, ആ ചേച്ചി ആയിരിക്കും. ആ ചേച്ചി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കനാലാട്ടോ. അതാ വലിയ ഓർമ്മയിരിക്കുന്നു. ടൈൽസ് ഇട്ടതുണ്ട്, ടൈൽസ് ഇടാത്തതുണ്ട്, അങ്ങനെ രണ്ട് രീതിയിലുള്ളതുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ ഇവനെ. ഒന്ന് തുറന്ന് കാണിക്കുവോ? അവന്മാരും ഇല്ല. കടയിലാണോ? ഇതാണ് ഇതിലാണ് റാംബോനെയും ബീഗുനെയും കിടത്തുന്നത്. ചേച്ചി പറഞ്ഞത് കടിക്കുന്നതാണെങ്കിൽ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അമ്മ ഇതേപോലെ ഓക്കെ ഇവിടെ ഒരു പ്രത്യേക വിൻഡുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ വേണം ഭക്ഷണം കൊടുക്കാനെന്ന് പറഞ്ഞു. ഇത് ഇവിടെ പേർഷ്യനൊക്കെ ഉണ്ട് കേട്ടോ. അതെ, പേർഷ്യൻ. ഇതിനെല്ലാം ബോർഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നാക്കുന്ന കേട്ടോ. അതെ, നമ്മുടെ 2 മല്ലന്മാരെ ഇറക്കി രണ്ടുപേരെ ഇനി നേരെ കൂട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. പപ്പേ, ടൈൽസ് കൂടെ പോരെ? ടൈൽസ് വേണോ അല്ല നോർമൽ വേണോ? ടൈൽസ് നോക്കൂ, ടൈൽസ് കൂടാണോ നോർമലാണോ നോക്കണേ. റാംബോ അതിലും വലിയ കഷ്ടം. ഇത് രണ്ടും പോരെ അപ്പേ? അങ്ങേറ്റത്താ? ചാടുവോ അപ്പ? അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചാടിപ്പോവോ? ചാടിപ്പോവില്ല. ഓക്കെ. ബീഗുവിനെ ഇവിടെ കയറ്റി ചാടാൻ പറ്റൂല. ബീഗുവിനെ എന്തായാലും ഇവിടെ ഇട്ടു. ബീഗു ഇവിടെ കയറി. പിന്നെ റാംബോനെ ഇതാ ഇവിടെ കയറ്റുന്നു. അപ്പോൾ അതിൻ്റെ ഇതഴിക്കണം പപ്പേ. ചേച്ചി ഇതിൻ്റെ ഇതഴിക്കണോ? എല്ലാം അഴിച്ചോളാം. അങ്ങനെയെങ്കിൽ ഇത്രയും പട്ടികൾ ഇടുന്നല്ലേ അപ്പേ? എവിടെ നല്ല നനവുണ്ടോ? എന്നാ പിന്നെ മാറ്റിയിടാം. ചേച്ചി അവിടെ നനവുണ്ടെന്ന്. ഇത് നനവുണ്ടോ? കഴുകിയതാണോ? കഴുകിയതാണോ ഇപ്പൊ തുടയ്ക്കാന്ന്? കഴുകിയതാ. എടാ എന്നെ സർക്കസാടാ. ഇതിലാണോ ചേച്ചി? എന്നാ മതി ചേച്ചി. ഓക്കെ, എന്നാ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇപ്പം. രണ്ടും കൂടെ കുസ്തി തുടങ്ങി. പപ്പ ഇങ്ങോട്ട് വലി. പൂച്ച അതാ അതേപോലെ തന്നെ എതിർത്ത് നിൽക്കുക കേട്ടോ. ഇവിടുത്തെ ആണോ? ഇത് ഇവിടുത്തെ പൂച്ച കേട്ടോ. അതായത് നമ്മൾ മറ്റേ പിന്നെ ഗ്രൂമിങ്ങിനൊക്കെ പോയില്ല, നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്ന കടയില്ലേ, അവരുടെ തന്നെ സംഭവം കേട്ടോ ഇത്. തൊടലഴിക്കണം. ചാടിപ്പോവില്ല. പോവില്ല പപ്പേ.
അയച്ചോ ലിബി? കിട്ടിയോ? ഇത് അടച്ചിട്ടാക്കുന്നല്ലേ? പോരെ? ഇത് പോരെ? ചാടുമല്ലോ. ആ ഇല്ല പപ്പ, ഇപ്പൊ അറിയാലോ ചാടുമല്ലോ എന്നുള്ളത്. അവിടെ മൂത്രം ഒഴിച്ചു. അവിടെ ബീഗോടാ ആണോ? അടിപൊളി. അലമ്പും പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ ആശാൻ. അപ്പാ ഇതിന് നോൺ വെജ് കൊടുക്കണോ അതോ തൈരാണോ? പറയണം. അപ്പൻ ആദ്യമായിട്ട് ബീഗുവിനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ നല്ല വിഷമമുണ്ട്. ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. ഇപ്പം അപ്പം കരയാനുള്ള സാധ്യതയെല്ലാം ഞാൻ കാണുന്നുണ്ട്. പോവാ. ആ ആ അടിപൊളി. ആ ഇതിവിടെ വെച്ചേരാ ചേച്ചി, ഇതിവിടെ വെച്ചേക്കാം. ഞങ്ങൾ വരുമ്പം എടുത്തോളാം. 10 ദിവസം കേട്ടോ. ഞാൻ അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പോവാ. ഭക്ഷണം ചേച്ചി 3 നേരം കൊടുക്കുന്നത്. അത് കൊടുക്കണ്ട, പിടിയിട്ട് വേണ്ട നമുക്ക്. ആ അത് ഞാൻ അവനോട് പറഞ്ഞോളാം എല്ലാം. ഞാൻ അവനോട് പറഞ്ഞോളാം. ഹേയ് ഹേയ് ടാറ്റാ ടാറ്റാ ടാറ്റാ. ആ ടാറ്റാ. ഹേയ് 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 ഹേയ്. പോവാ. ഓ ഗൈസ്, യാത്രയിൽ ഇവന്മാരെ കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയാനെ. സാധാരണ നമ്മൾ വണ്ടിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വണ്ടിയുടെ ഇതത്ര സെറ്റപ്പല്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മഴയാണ്. മഴയത്ത് ഇവന്മാരെ പുറത്തിറക്കി കയറ്റലൊക്കെ ഭയങ്കര കുസ്തി പിടിച്ച പരിപാടിയാണ്. കഴിഞ്ഞ ബസ് എടുത്ത സമയത്തൊക്കെ നമ്മൾ പോയപ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഓൾ ഇന്ത്യ ഒക്കെ അടിച്ച സമയത്തൊക്കെ കൊണ്ടുവരുന്നെങ്കിലും അതേപോലെ അല്ല. ചെളിയൊക്കെ ആയതുകൊണ്ട്. ഇതെന്തായാലും ഇങ്ങനെ ഒരു സ്ഥാപനം വന്ന് വളരെ അനുഗ്രഹം. നമ്മളെപ്പോലെ ഈ എന്താ പറയുക ഡോഗിനെ അതുപോലെ ക്യാറ്റിനൊക്കെ വളർത്തുന്നവർക്ക് ഭയങ്കര അനുഗ്രഹമായ ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. സാധനം ഉണ്ടായിരുന്നു. എൻ്റെ പൂച്ച പോയി. ഗൈസ് നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു എന്താ പറയുക ബോർഡിങ് ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ. കാരണം ഇത് എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ കോമൺ ആണ്. പോവാ ബാ. അടിപൊളി. കമാൻ. അപ്പന അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അപ്പന ആ വിഷമം മാറിയിട്ടില്ല. പോവാടാ ലിബി. ഗൈസ് 10 ദിവസം കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് എടുക്കും കേട്ടോ. കാരണം 10 ദിവസത്തേക്കാണ് നമ്മളിവിടെ ബോർഡിങ്ങിൽ നിർത്തുന്നത്. അതായിരിക്കും. പോവാം ഗൈസ്, നേരെ പോവാ കേട്ടോ. അപ്പൻ എന്തായാലും ഇന്ന് കരഞ്ഞ് വിഷമാവും ഉറപ്പാ, 100%. എനിക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ട് റാംബോനെ അങ്ങനെ നിർത്തുന്നതിൽ. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൻ എല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ ചേച്ചിക്ക്. എല്ലാവർക്കും വിഷമമായി കേട്ടോ. സത്യം, എല്ലാവർക്കും വിഷമമായി. റാംബോനെ മാറ്റി നിർത്തിയില്ല കേട്ടോ. എനിക്കും ചെറിയ വിഷമമായി. പോവാ മകർ. അപ്പനാണ്ടല്ലോ അവിടെ നിന്ന് വരാൻ പറ്റുന്നില്ല. വാ കേറ് കേറ്. ശബ്ദം ഉണ്ടാക്കുന്ന അടങ്ങി കിടന്നു. നല്ല കൂടല്ലേ അപ്പൊ? ഏയ് നല്ല വൃത്തിയുള്ള കൂടല്ലേ അപ്പൊ? ഞാൻ കുറെ കടലിൽ പോയി കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ഇതായിരിക്കും. നല്ല വൃത്തിയുണ്ട് ഇവിടെ. ഫൈനലി ഞങ്ങൾ ഇവിടെ നേരെ വീട്ടിലേക്ക് പോവാം. ഇനി വീട്ടിൽ ചെന്ന് കാണാം കേട്ടോ. ഒന്നുമില്ല. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വീട്ടിലെത്തി. അതായത് ഇനിയിപ്പം യാത്രയ്ക്ക് വേണ്ടിയുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സാധനങ്ങൾ കയറ്റണം. പിന്നെ അതേപോലെ തന്നെ ജാക്കി എടുത്ത് വെക്കണം. മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഇത്രയും പ്രാവശ്യം യാത്ര പോകാൻ നേരത്ത് മെയിനായിട്ട് വെക്കേണ്ട ഒരു സാധനം വെക്കാറില്ല. അതെന്നാണല്ലോ ഇവനെ ജാക്കി. അപ്പോൾ ജാക്കി എടുത്ത് വെക്കണം. പിന്നെ വീൽ സ്പാൻഡർ അതുപോലെ സംഭവങ്ങൾ. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ യാത്രയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ കാണുന്ന കാർ ചാർജർ. അതായത് നമുക്ക് ബിൽക്കൻ്റെ ഒക്കെ കാർ ചാർജർ കിട്ടും. അതായത് AC ഔട്ട്പുട്ടൊക്കെ കിട്ടുന്നത് അത് നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ അതിലും നല്ലത് ഈ കാണുന്ന Type C ഫാസ്റ്റ് ചാർജർ, പിന്നെ USB,
പിന്നെ ഇത് നമ്മുടെ സാധാരണ ടേപ്പ് റെക്കോർഡർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പം ഇത് രണ്ടെണ്ണം അത് എവിടെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഇച്ചിരി കൂടിയാനോ കേട്ടോ, ഇത് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉള്ള കൂടിയാനാണ്. കത്തിപ്പോൾ അടിയിൽ താഴത്തെ പോയിട്ടല്ല ഇവനെ. ഇതിന്റെ എവിടെയും ഒരു മെറ്റലാണ്, അപ്പൊ ഇത് ചിലപ്പം ഫ്യൂസ് ആകാൻ സാധ്യതയുണ്ട്. കത്തിപ്പോയതാ ഉറപ്പാന്നോ? ഇത് നോക്കിയില്ല ഇവനെ, ഇത് നീ 1x കാണിച്ചിരുന്നു. ആ ഗൈസ്, ഇത് തിരിച്ചു കഴിഞ്ഞാൽ അത് ലൈറ്റ് ഒക്കെ കത്തി, ആംബിയൻസ് ലൈറ്റ് ഒക്കെ കത്തുള്ളൂ. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ആംബിയൻസ് ലൈറ്റ് ഒക്കെ കത്തി ഇങ്ങനെ ഒരു ഇതിന്റെ ലൈറ്റ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രത്യേക സാധനമാണ് അത്. അത് കൊള്ളാം. ഇതാണ് ചാർജ് ചെയ്യുന്നത് ഫ്രണ്ടില്. കുത്തണ്ടേ അടിച്ചു കളയണ്ടേ? ആ കുഴപ്പമില്ലായിരിക്കും, നോക്കട്ടെ. അത് അന്ന് കത്തിട്ട് നമുക്ക് ബാംഗ്ലൂർ കത്തിപ്പോയത് ഓർമ്മയുണ്ടോ? ഇല്ല, ഇത് എടുത്തില്ലായിരുന്നു. സക്സസ്. അതും വർക്കായി, അതും കത്തി, അതും വർക്കായി. ഇനിയിപ്പം എന്നാ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം മൊത്തം വൃത്തിയാക്കണം. ഫുള്ള് റാംബോയുടെയും ബീഗുവിന്റെ രോമമാണ്. പിന്നെ അതേപോലെ തന്നെ ജാക്കി എടുത്ത് വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ, യാത്രയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ചെയ്യണം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തെങ്കിൽ പാടുപെടും. കാരണം ഞാൻ വിചാരിച്ചത് സ്റ്റെപ്പിനെ അടിക്കുന്ന അല്ലെങ്കിൽ വീലടിക്കുന്ന സാധനം ഇല്ലെന്നുള്ളതാണ്. പക്ഷെ അതുണ്ട്. കനത്ത മഴയും പെയ്യുന്നുണ്ട്. കനത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി അങ്ങനെ ഇതെല്ലാം തുടച്ച് നീറ്റാക്കി എടുക്കണം. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് പിന്നെ ഡ്രസ്സ് പാക്ക് ചെയ്യണം. പിന്നെ ക്യാമറ ആക്സസറീസ്, മൈക്കുകൾ, അങ്ങനെയുള്ള യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം. ചെരുപ്പ്, ഷൂ കൊണ്ടുപോകുന്നില്ല കാരണം മഴയാണ്. മഴയത്ത് ഷൂ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പോവല്ലേ പിന്നെ എൻ്റെ കൂടുതൽ അങ്ങനെ കുട്ടി മെക്കാനിക് ഇറങ്ങി വാടാ. അടിപൊളി. വാ. അപ്പൊ എന്നാ ചെയ്യേണ്ടത് കാണിച്ചു തരാം. വാ എൻ്റെ കൂടുതൽ പോരെ. നാളെ എന്നിട്ട് കുത്തിയാ മതി. വാ. കുട്ടി മെക്കാനിക് ആട്ടെ, ഞങ്ങളുടെ കുട്ടി മെക്കാനിക്. വാ. അപ്പൊ എന്നാ ചെയ്യുന്നത് നോക്കാം. ഇതിനെ ബാൽക്കണി എടുത്ത് ഉള്ളി വെക്കണം. ഒരു ബാൽക്കണി എടുത്ത് വെക്കാണ്ട്. ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്ന, അതായത് ഗ്രീസ് മൊത്തം സ്റ്റെപ്പിന് മറിക്കാൻ മോനെ. അപ്പൊ ഞാൻ നോക്കട്ടെ. ഇല്ല ലോക്കാണോ? മോനെ കൊണ്ടുണ്ടല്ലേ? ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. ഇനി കൈ കൊണ്ട് ഞെക്കി നോക്കി. വെയിറ്റിലോടായി. വെയിറ്റിലോടാക്കാം. കൈ കൊണ്ട് ഞെക്കി നോക്ക്. താഴുന്നില്ല, രക്ഷപ്പെട്ടു. ഇല്ല, ലോക്കല്ലേ? ഇതാണ് ലോക്ക്. 30 വണ്ടിയിലോട്ട് കേട്ടാ. നീ ചെയ്യതാ. ഇതുണ്ട്, തന്നു. ചെയ്യ. ഓക്കെ അല്ലേ? നോക്കൂ. അപ്പൊ സഫാരിക്കുള്ള എന്തായി? ജാക്കി. നമ്മളെ യാത്രയിൽ എപ്പോഴും എടുക്കാൻ മറന്ന സാധനമാണ് ജാക്കി. റെഡി. ഇനിയിപ്പോ ഓരോ സാധനങ്ങൾ വണ്ടിയിലേക്ക് കയറ്റണം. എന്നാ സാർ എന്നാ പരിപാടി? എന്നാ മൈക്കിള് ചെയ്ത സാധനം പൊട്ടിച്ചു. നീ പൊട്ടിച്ചല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കൂടാ. ഞാൻ പറയും. ഞാൻ മൈക്കിൾ പൊട്ടിച്ചു കേട്ടാ. എന്നാടാ മൈക്കിൾ പൊട്ടിച്ചു. ഈ സാധനം പൊട്ടിച്ചു. നശിപ്പിച്ചോടാ നീ മൈക്കിളെ. നീ നശിപ്പിച്ചല്ലേടാ, പൊട്ടിച്ചു. നീ പൊട്ടിച്ചടാ. നീ തന്നെയാ പൊട്ടിച്ച. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് ചിലപ്പോ അടിക്കും കേട്ടോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഡ്രസ് പാക്ക് ചെയ്യാം. സാധനങ്ങളൊക്കെ എടുത്തേക്കാം. ഇവനെ പിടിക്കാം അല്ലേ? ആ സ്ക്രൂ ഡ്രൈവർ കയ്യിൽ നിന്ന് എടുത്തു. ഗ്ലാസ് ഇപ്പൊ അവനെ അടിച്ച് പൊട്ടിക്കും. എന്റെ പൊന്നെ, ഇവനെ സൂക്ഷിക്കണം. ഇവന്റെ എന്ത് സ്ക്രൂ ഡ്രൈവർ? അത് കൈ കൊടുക്ക. അവന്റെ സാധനം കൊടുക്ക. അത് ഗ്ലാസ് പൊട്ടിക്കുവാൻ. ഇവന്റെ എന്ത് നീ വീടിന്റെ ഉള്ളിൽ കയറി വാ. ഞാൻ ഗൾഫിൽ പോയപ്പോ ആദ്യമായിട്ട് അപ്പൻ എനിക്ക് പണിയെടുത്ത് മേടിച്ചു തന്ന എന്റെ പെട്ടിയാണ്. ഇതുകൊണ്ട് പോയി രക്ഷപ്പെടണമെന്നാണ് അപ്പൻ എന്നോട് പറഞ്ഞത്. ഞാൻ 3 മാസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിട്ടോ. ഓട്ടോ വീണല്ലേ? എവിടെ? അതെ, ഇത് പിന്നെ അന്ന് എയർപോർട്ടിൽ നിന്ന് സംഭവിച്ചതാ. ഇപ്പൊ ഇത് എയർപോർട്ടിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടിക്ക് പൈസ കിട്ടും. അന്ന് എത്ര വർഷം മുമ്പാണ് ഇവന്. ഇത് അങ്ങനെ എന്തോ സംഭവിച്ചാണ് ഇവന്. ഇത് ഇങ്ങനെ ആയിപ്പോഴാണ്. അപ്പൊ ഇതൊന്ന് തുടക്കണം. ഒരു പെട്ടി വെക്കാം. അടുത്ത പെട്ടി. ഇത് ഞാൻ കല്യാണത്തിന് സമയത്ത് ഫ്രീ കിട്ടിയത്. അല്ല, അതാ വേറെ ഒരു കൊച്ചത് തുളയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതാ തുളയ്ക്കുന്നു. അപ്പനെ നശിപ്പിക്കാനാണോ?
ഇത് നമ്മൾ മലേഷ്യയിൽ നിന്ന് വന്നല്ലേടാ? മലേഷ്യയിൽ നിന്ന് വന്നത്. മലേഷ്യയിൽ നിന്ന് വന്ന ടാഗാണ്. അപ്പോൾ ഓരോ പെട്ടികളെല്ലാം തുറച്ച് റെഡിയാക്കണം. ഇനി ഡ്രസ്സുകൾ എടുക്കണം, നമ്മുടെ എക്യുപ്മെന്റ്സ് എടുക്കണം, അങ്ങനെയുള്ള പരിപാടികളാണ് ബാക്കിയുള്ള. അമേരിക്കയിൽ നിന്ന് വന്നപ്പം ജപ്പാനിൽ നിന്ന് മേടിച്ചതാ. ഇതാ അമേരിക്കയിൽ നിന്ന് വന്നപ്പം ജപ്പാനിൽ പാസ്പോർട്ടില്ല അപ്പൻ്റെ അടുത്ത്. അപ്പൻ ഗൾഫിൽ പോകാൻ വേണ്ടി അപ്പന്റെ പാസ്പോർട്ട് കൊടുത്തു. ആരും അടിച്ചോണ്ട് പോയി. എന്റെ ചേട്ടന്റെ പാസ്പോർട്ട് അടിച്ചോണ്ട് പോയി. നിനക്കെന്നാ നോക്കുന്നത്? യാത്രയിൽ അത്യാവശ്യമുള്ള അടുത്ത 2 സംഭവം. ഇത് വെറുതെ കൈ വെച്ചേക്കാം. കൈ വെച്ചാക്കാം. ഞങ്ങൾ എല്ലാ യാത്രേൻ്റെ അകത്ത് സ്പാൻഡർ എടുക്കുന്നതാണ്. നമ്മുടെ വണ്ടിയുടെ അത്ര നീറ്റാണ്. പുതിയ ചാർജുകൾ ഓരോന്നായിട്ട് എടുക്കണം. ഇത് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലെ മാവിന്ന് കുറച്ച് മാങ്ങയാട്ടോ. പിള്ളേര് ക്ഷീണിച്ച് വിഷമിച്ചാണ് അത് എനർജി കിട്ടാൻ വേണ്ടി തന്നതാ. നമ്മള് വായ അടിച്ചു വെക്കാൻ വേണ്ടി. നല്ല മാങ്ങ കേട്ടോ, നല്ല മാങ്ങ. കൊള്ളൂല്ലടാ, മഴ പിടിച്ചില്ലേ. മോനെ വേളാങ്കണ്ണി കിട്ടും നമ്മൾ കഴിഞ്ഞാൽ കിറിയൊക്കെ ആരെത്തിയെന്ന് നോക്കി ഇവിടെ ഏറ്റവും വലിയ കൊടുത്തോ. ഉണ്ടായി ഞങ്ങളാ, അവനറിയാം. അപ്പൊ കാശ് ഇവൻ എന്തൊക്കെയോ എന്നോട് പറയാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ വേണ്ടത് അത് ഇഷ്ടമല്ല. അപ്പൊ അത് കളഞ്ഞു. അടുത്ത സാധനം കിട്ടി അവന്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം സ്പാൻഡർ, തല വീഴല്ലേ, ഞെട്ട്, സ്ക്രൂവ്. ഇവരിപ്പം തന്നെ വണ്ടിയുടെ അകത്ത് പോയി കുത്തും ഓരോരോ സാധനങ്ങൾ. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ചാർജർ, എക്സ്റ്റൻഷൻ ബോർഡ്, ഇത് മുതലായ സാധനങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ എനിക്കൊരു തുണി വെക്കാൻ വേണ്ടി, ഇതെല്ലാം തുടച്ചു വെക്കാൻ വേണ്ടി. ഏതാ തുണിയാ? എല്ലാവരും തരണേ. അവിടുന്ന് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഗൈസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തു തുടങ്ങി. ഇതേ ഡ്രസ്സ് ഇവിടെ എടുത്തു. മൈക്കിളിന്റെ ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്കും ഈ പെട്ടി നിറഞ്ഞു കേട്ടോ. അപ്പൊ ആ പെട്ടി സെപ്പറേറ്റ് വെക്കാം. ഡ്രസ് ഒന്നും ആയിട്ടില്ല, ഇനി ഡ്രസ് എടുക്കാം. ഓരോന്നായിട്ട് എടുക്കുന്നത്. അമ്മ എന്തോരം ഡ്രസ് എടുക്കുന്നത്? അമ്മ ഒരാൾക്ക് 2 വേണേ. ഏതാ? മഞ്ഞ മേല് എവിടെ? 2-3 തിയേറ്ററിൽ കിടപ്പുണ്ട്. ഉണക്കായിട്ടുണ്ട്. ഒക്കൂലേ? അത്ര മതി. അമ്മ തിയേറ്ററിൽ കയറിയിട്ടുണ്ടോ? അപ്പോൾ കാശ് നമുക്ക് കൊണ്ടാകാനുള്ള എല്ലാവരും ഇത് നമുക്ക് അധികം ദിവസമൊന്നും പനിയാണോടാ? ഇല്ല, അല്ല അങ്ങനെ നമുക്ക് 5-6 കൊണ്ടുപോയാൽ പോരാ. നിക്കർ നോക്കിയേ, ഈ 2 കറുത്ത പാൻസ് എടുക്കുവാണേ. നിനക്ക് എന്നാ വേണ്ട? എൻ്റെ അടുത്തൊന്നുമില്ലടാ. എന്തോ ഉദ്ദേശമുണ്ട് കേട്ടോ. കയ്യിലൊക്കെ പിടിച്ച് എവിനെ ഉദ്ദേശഭാവം മനസ്സിലായോ? മേലോട്ട് പോണം. അപ്പൊ ഒരാള് വേണമല്ലോ, അതോ കൈ പിടിച്ച് വരുന്നേ. എന്നാപ്പാ പാപ്പാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് മേലോട്ട് കൊണ്ടുവന്ന് നോക്കിയ വാടാ. പാപ്പ പാപ്പാന്ന് വിളിച്ച് കൊണ്ടുവന്നാ. ഇത് നോക്കിയേ. നിന്നെയും കൊണ്ട് അവന് കാര്യമുള്ള കൊണ്ടുപോകുള്ളൂ. ഭക്ഷണം കൊണ്ടുപോകാനാ അവൻ എന്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല. ഫൈനലി അങ്ങനെ ഡ്രസ്സുകളൊക്കെ നമ്മള് മൊത്തം പാൻ്റാക്കിട്ടെ. ഞങ്ങള് നിക്കറ് ചെറുതായിട്ട് എടുക്കുന്നു, 4-5 ഒക്കെ എടുക്കുന്നുള്ളൂ. മൊത്തം പാൻറ് ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം പാൻറ്റുകളും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇന്നെന്നാ മേടിച്ചേ? മഴയൊക്കെ നനയുവാണെങ്കിലേ ഇന്നെന്നാ ഇപ്പൊ മേടിച്ചേ? ഒരു വിമാനം നമ്മൾ അവിടെ ഒരു വിമാനം എടുത്താൽ ഒരു വിമാനം എടുത്താ ഇന്ന് മേടിച്ചാ ആണ്. നമ്മുടെ ഇവിടെ ഇന്ത്യ തന്നെ കേട്ടോ ഡ്രസ്സിന് കുറവ്. 500 രൂപ. നോർത്ത് സാധനത്തിന് അത്രേ ഉള്ളൂ. നമ്മൾ അവിടുന്ന് മറ്റേ എല്ലാ സാധനവും മേടിക്കുന്ന അറിയാമോ? ഈ തുണി അതല്ലേ പെട്ടല്ലേ? ഇതും അതല്ലേ? അപ്പന് മേടിച്ചില്ല? അതിനപ്പ വർത്താനം നീ ചോദിക്കുന്നത് മേടിച്ചില്ല. എന്നാലും ഇവിടെ ഇപ്പം പൊളിച്ചാനേ അപ്പ. നീ ഇത് കണ്ടായിരുന്നോ മൈക്കിള്? പാപ്പാ പാപ്പാന്ന് വിളിച്ചിട്ട് തന്നെ മേലോട്ടുണ്ട്. ഒരുത്തം പെട്ടി തന്നെ നശിപ്പിക്കുന്ന നോക്കിയത്. പെട്ടിന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്ന നോക്കിയേ. ചേച്ചിയുടെ സാധനം അതേപോലെ തന്നെ ഇറക്കിയിടുവാ. ഇപ്പൊ വലിച്ചെറിയും, ഉറപ്പിച്ചു 100% ഉറപ്പാണ് കയറ്റിയ സാധനങ്ങൾ വലിച്ചെറിയുന്നതായിരിക്കും. ഉണ്ടോ മൈക്കിള് അതിന്റെ വില നോക്കുന്ന ഇവനെ വില നോക്കുന്ന ചെറിയൊരു പിശുക്കനാണെന്ന് എനിക്ക് തോന്നുന്നത്. വില കുറഞ്ഞു പോയാലോ അല്ലേ? അവിടെ ചെന്നിട്ട് മറ്റേ ബക്കറ്റിന്റെ അതൊക്കെ ഇറങ്ങുമായിരുന്നു. എവിടെ? അവിടെ ബക്കറ്റ് ഉണ്ടായിരുന്നോ? മറ്റേ ഒരു വലിയ കൊട്ടക്കകത്ത് കുറെ തുണി ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഇറങ്ങി മുങ്ങി തപ്പുമായിരുന്നു. ഇവിടെ സായന്ത്രം ഇല്ലാത്ത ഒരുത്തെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിളാ കേട്ടോ.
എടുത്ത് സൂര്യക്കളയുക. അപ്പൊ എന്റെ മൈക്ക് 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 ഒന്ന് കഥ എന്നാ അത് മൈക്ക് മൈക്ക് പോയാ പുതിയ മൈക്കാ ഓടാ എടുത്തിട്ട അരക്കിയിട്ട പച്ചത്തുണി വലിച്ചെറിഞ്ഞു. ഓരോരോ സാധനങ്ങൾ അവൻ ഇതാക്കി ഇടുന്ന നോക്കി പണി പോയി. ഇത് അടുത്ത പച്ചത്തുണി എടുത്തു കൊടുക്കുക. അടിക്കിയിട്ട പച്ചത്തുണിയൊക്കെ വലിച്ചെറിഞ്ഞു. എടോ മൈക്കിളേ നമ്മൾ രണ്ട് ഡ്രസ്സില്ലാതെ നടക്കേണ്ട ഒരുകൂടാ. ഇത് അടുത്തെടുക്കാൻ വേണ്ടി പോയിട്ടാ പണങ്ങി പോകുന്ന പോക്കായത്. എടുപ്പുവാടാ എങ്ങോട്ട് പോവാ? അമ്മ പിണങ്ങി പോയതാ. അമ്മ ഇതാ കാശ് നോക്കി വീണ്ടും ഇവൻ പിണങ്ങി പോയതാ കേട്ടോ. ഇപ്പം വഴക്ക് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു. അവൻ അമ്മയുടെ റൂമിൽ കയറാൻ വേണ്ടി പോയതാ. അമ്മയുടെ റൂമിൽ കയറാൻ വേണ്ടി പോയതാ. എന്നാ പെട്ടി കിട്ടി വാ വാടാ. മിക്കാറും കാലിപ്പെട്ടിയും കൊണ്ടായിരിക്കും പോകുന്നത്. എനിക്ക് തോന്നുന്നു മലേഷ്യ പോയപ്പോഴാണ് തോന്നുന്നത്. അത് തന്നെ. എത്ര കിലോമീറ്റർ നടന്നിട്ടാ പോയെ? അതൊന്നും വേണ്ട അത്ര ഒരു തണുപ്പൊന്നും ഉണ്ടാവൂല. ഇല്ലേ അത്രയൊന്നും തണുപ്പുണ്ടാവൂല. മൈക്കിള് നോക്കിയാൽ ഡ്രോണെ കൊറ്റപ്പിടിച്ച് അവിടെ ഇരിക്കും കേട്ടോ. മൈക്കിളേ നിനക്ക് ജോക്കി ഇഷ്ടപ്പെട്ടോടാ? നിക്കർ എടുക്ക്. എവിടെയാ നമ്മൾ എത്ര മണിയാവുമ്പോ പോന്നേ? ഞങ്ങളുടെ ബ്ലോഗിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് മേടിച്ച സാധനമാണിത്. കാനോൺ M50 Mark II. കിട്ടില്ലൻ ക്യാമറ എന്ന് വെച്ചാ കിട്ടില്ലൻ ക്യാമറയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ള എന്നാ ഷേക്കിങ്. അല്ല ഈ ഭാഷ അത് കൊണ്ടുപോകാൻ കേട്ടോ. ജിമ്പലിനകത്ത് വെക്കാലോ. ഇതൊക്കെ ക്യാരി ചെയ്യാൻ സുഖമാണല്ലോ. ജിമ്പലിനകത്ത് വെക്കാലോ. ജിമ്പൽ വെച്ച് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ആ ഏത് സാധനം ജിമ്പിൽ കയറി പോകും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്യാമറയാണ്. പക്ഷെ ഇത് സ്റ്റഡി ആയിട്ട് പോയി. പക്ഷെ S1H അത്ര ഒന്നും എത്തൂല കേട്ടോ. വേറൊരു അല്ലേ ഒടുക്കത്തെ കാനോ രണ്ടും കൂടെ 5 കിലോ തലത്തിൽ പെട്ടൊരു സാധനം കേട്ടോ. നിക്കറ ആ നിക്കറ എവിടെയാപ്പാ? നിക്കറ എവിടെയാ? പിന്നെ എന്റെ സാധനങ്ങള് അവര് ആ മീനാന്ന് വെച്ചാൽ ചുമന്നൊരു കവർ ഉണ്ടല്ലോ. അതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ അത് വേണ്ട പഴയതാ. ഈ കാണുന്നതായിരുന്നു ഈ ക്യാമറ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്റ്റെബിലൈസേഷൻ കുറവുണ്ട്. പക്ഷെ മറ്റേ അത്ര ക്ലാരിറ്റി ഇല്ലല്ലോ. ഹാൻഡിയാണ് ഭയങ്കര ചെറുതാണ്. സോറി ആന്റി അല്ല ക്യാമറയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് വളരെ ചെറുതാണ്. ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് മാത്രം തെറിയായിരുന്നു കേട്ടോ. പിന്നെ തെറിയായിരുന്നടാ. ഇതാ മനോരാണ് S1H. പക്ഷെ നമ്മള് S1H ഉപയോഗിച്ച് കഴിയുമ്പോഴേ ഇത് കാണുമ്പോ എന്നാ ചെറുതാ. എന്നടാ S1H ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഇതെന്ത് ചെറുതാ. അന്ന് ഇത് തന്നെ വലുതാ. ആ ഈ ക്യാമറ മേടിച്ചപ്പോ ഭയങ്കര വലുതായിരുന്നു അല്ലേ. ഇന്ന് കനോനോട് ആരും താല്പര്യപ്പെടുന്നില്ല. സോണി തന്നെയാണ് എല്ലാവരും. വീണ്ടും പെട്ടി മൈക്കിൾ നിന്റെ കാലെ പിടിക്കാം പ്ലീസ്. എന്റെ പൊന്നു മൈക്കിൾ അല്ലേ. ഇത് മിക്കാറ് ആവശ്യമുള്ള സാധനം മൊത്തം എവിടെയെങ്കിലും കൊണ്ടുവിടും. അതിനെ ശ്രദ്ധിച്ചു. ആവശ്യമുള്ള സാധനം എല്ലാം 11,000 രൂപ മൈക്കിൾ SSDക്ക്. നീ മേളിക്കുന്നതാടാ നല്ല. റൂമിലെ ഏറ്റവും കാര്യമുള്ള റൂം ഇതാട്ടോ. കനത്തിലെല്ലാം ഉള്ള ഇവിടെയാ. ഞങ്ങളുടെ ബീനിലവറയാ. മാസ്ക് എടുത്തേരെ. മൈക്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള റൂമാട്ടോ ഈ റൂം. ആ ഫോൺ കൊടുക്കമ്മേ. ഒരു ചെറിയ ഫോൺ ഉണ്ട് കേട്ടോ. ആ ഫോണെ ഞെക്കി പിടിച്ചോണ്ട് ഇപ്പം കുറച്ച് ദിവസമൊക്കെ ആയിട്ട് അതിന്റെ പുറകെ പൊക്കോളും. പിടിച്ചോ ഞെക്കിക്കോ. സന്തോഷം. ഒരു നോക്കിയുടെ ഫോൺ ഉണ്ട്. വിളിച്ചേടാ. ഹലോ ഹലോ ആളെത്തി. ഇപ്പൊ സർക്കസ് നടക്കും കേട്ടോ. ഇപ്പൊ ആവശ്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചു പറിച്ചെറിയും. ഇത് അരിയാട്ടോ. അരി ഞാൻ പറഞ്ഞുതരാം. കിളിത്തീറ്റ, കോഴിത്തീറ്റ, മനുഷ്യത്തീറ്റ. എന്ത് എവിടെയാ? മമ്മിയുടെ ഈശോ. ഇവിടെ ഈശോ, ടിഷ്യൂ.
വാട്ടുകപ്പ വാട്ടുചക്ക എന്തിയെ ധരിക്കണോടെ വാട്ടുകപ്പ വാട്ടുചക്ക. ഇതാ ഞങ്ങളുടെ ഷൂ ഒക്കെ കിടക്കുന്ന നോക്കിയേ, എന്തോരം ഷൂ ആന്ന് നോക്കിയേ. ഇത് ഫുൾ അണ്ടർ ആർമർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കേട്ടോ. ഒരു ഷൂവിന് അപ്രോക്സിമേറ്റ് 36 രൂപയ്ക്ക് വരും. ഇത് ഓഫറിന് മേടിച്ചാണ്, എന്നാലും 10-24 രൂപ. ഇത് ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള ഷൂ ആണ്. പൈസ കൊടുത്ത് വാങ്ങി നമ്മളിപ്പോ 3 കൊല്ലമായി ഷൂ. എന്തെങ്കിലും അല്ല 3 കൊല്ലമായിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല. എന്തേ കവറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മൈക്കിൾ വലുതാ, മൈക്കിളിന് കൊടുക്കാം. ഭദ്രമായ പറ്റി കയ്യിലടിയിൽ. ആളതിൻ്റെ അത് സർക്കസ് ആട്ടെ ഗൈസ്. ഇനിയിപ്പോൾ വണ്ടി വൃത്തിയാക്കാണ്ട് വണ്ടി വൃത്തിയാക്കട്ടെ. വണ്ടി വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി സംഭവങ്ങൾ ലോഡിങ്. ഇതൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന സംഭവം കേട്ടോ. ഇതായിട്ടും വണ്ടി എടുക്കുന്നു, എങ്ങോട്ടെങ്കിലും ഓടുന്നു, അങ്ങോട്ട് എത്തും. ഒറ്റ ഇതേ ഉള്ളൂ. കന്നി നോക്കി പുള്ളി മറ്റേ സ്വന്തം അപ്പൻ സ്വന്തം ഷർട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി സ്വന്തം സ്റ്റൈലൊക്കെ നോക്കട്ടെ നോക്കി. അടുക്കള കാണിക്കുന്ന നോക്കി ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് പുള്ളി തന്നെ തുള്ളിച്ചാടും കേട്ടോ. കൊള്ളാവോ അപ്പാ? കാണിച്ചേ. അപ്പം മേടിച്ച ടീഷർട്ട് കൊള്ളാവോ? ആ ഞാൻ അപ്പനോട് മറ്റേ എടുത്തോളം പറഞ്ഞല്ലേ വലുത്. എത്ര ഇത്? എത്ര രൂപ? 599 രൂപ. ഓ ഏറ്റവും കൂടിയത് നോക്കിയാ മേടിച്ച കേട്ടോ. 800 രൂപ. ഗൈസ് നോക്കൂ, ഞങ്ങൾ പുറത്തെ ലൈറ്റ് ഇട്ടു കേട്ടോ. ഇത് അടിച്ചു പോയെന്ന് മൊത്തം. മൊത്തം പോയല്ലോടാ. അല്ലടാ കറണ്ട് പോയി. വണ്ടി കഴുകാൻ വേണ്ടിയായിരുന്നു കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ വൃത്തിയാക്കണം. ഒന്നും കൂടെ പോട്ടെ ഗൈസ്. വീണ്ടും ലൈറ്റ് ഞങ്ങൾ കത്തിച്ചു. ബ്രേക്ക് ആയി പോയതാട്ടോ. ആ മഴയാടിയാ അഭിരാമി. എടീ മഴയാ. വണ്ടിക്കുള്ളിലിരുന്ന് കഴുകാൻ പറ്റുമോ അഭിരാമി? വണ്ടിക്കകത്ത് ലൈറ്റ് ഉണ്ടേ. നല്ല കിടിലൻ ലൈറ്റാ വണ്ടിക്കകത്ത്. എന്നാ സൂപ്പർ ലൈറ്റാണോ. അതൊക്കെ നമുക്ക് നോക്കട്ടെ. അത് കണ്ടോ ഒരു ലൈറ്റ്. കൊട അംബ്രലയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, കൊടയിൽ അംബ്രലയാണ് ബെസ്റ്റ് എന്നാണ് ലിബിൻ പറഞ്ഞത്. ഫ്രണ്ടും ഇവിടെ എല്ലാം രോമും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കുവാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. ഇത് ബേക്ക് വൃത്തിയാക്കണം. പിന്നെ ഇത് എന്തെങ്കിലും ഇറക്കി തരണമെങ്കിൽ ഇപ്പം പറയണേ. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അത് ഇത്രയും നീളമുള്ള ഈ സാധനം വേണ്ട കാര്യം ഉണ്ടോ? ഇത് വേണ്ടല്ലോ. അയ്യോ ഇതിൻ്റെ ആവശ്യമില്ല, അത് മാറ്റി വെച്ചേരെ. അത് വേണ്ട. ഇത് ആ അത് തള്ളിക്കോ. ഇതേ ഇതങ്ങോട്ട് വെച്ചാൽ പിന്നെ മാറ്റി വെച്ചേ. വീൽ സ്പാൻഡർ വണ്ടിയിൽ ആവശ്യമുള്ളതാണ്. അതെടുത്ത് അപ്പുറത്തോട്ടിട്ടോടി. ചെറിയ രീതി വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല. അതും പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കേട്ടോ. അതും വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. തന്നെ മുണ്ടൊക്കെ കൊടുക്കുക.